السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي خلق الخلق بحكمته وذرأ البشرية بقدرته وجعلهم من نفس واحدة بإرادته، والصلاة والسلام على محمد صلى الله عليه وسلم أشرف الأنام ومصباح الظلام وعلى آله الأخيار وصحابته الأبرار ومن اهتدى بهديه ما تعاقب الليل والنهار. أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഹളറത്തുഹുൽ വഫാത്തു ഫഖാല ലനാ ഇത്തഖുല്ലാഹ ഫിസ്സലാഹ് ഇത്തഖുല്ലാഹ ഫിസ്സലാഹ് ഇത്തഖുല്ലാഹ ഫിസ്സലാഹ് ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് അയ്മാനുക്കും ഇത്തഖുല്ലാഹ ഫിൽ ലഈഫൈൻ അൽ മർഅത്തൽ അർമില വസ്സബിയ്യിൽ യതീം ഇത്തഖുല്ലാഹ ഫിസ്സലാഹ് ഫജഅല യുറദ്ദിദുഹാ വഹുവ യഖൂൽ അസ്സലാഹ് വഹുവ യുഗർഗിറു ഹത്താ ഫാളത് നഫ്സു. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അവസാന നിമിഷങ്ങൾ വളരെ ഹൃദയസ്പൃക്കാണ്. നമ്മളൊക്കെ ചരിത്രം ഇങ്ങനെ കേൾക്കാറുണ്ട്. ആ അവസാന നിമിഷങ്ങളിലെ ഒരു രംഗമാണ് അനസ് റളിയല്ലാഹു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗം. ചുരുങ്ങിയ വാക്കുകളിലൂടെ പല കാര്യങ്ങളും ഉണർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അനസ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ ഞങ്ങൾ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, ഇത്തഖുല്ലാഹ് ഫിസ്സലാഹ്. 3 പ്രാവശ്യമാണ് ആവർത്തിച്ചു പറഞ്ഞത്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇപ്രകാരം 3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫീമാ മലക്കത്ത് അയ്മാനുക്കും ഇത്തഖുല്ലാഹ ഫിൽ ലഈഫൈൻ അൽ മർഅത്തൽ അർമില വസ്സബിയ്യിൽ യതീം ഇത്തഖുല്ലാഹ ഫിസ്സലാഹ്. നിങ്ങളുടെ കീഴിലുള്ള ഭൃത്യജനങ്ങളുടെയും ദുർബലരായ 2 വിഭാഗങ്ങളുടെയും അഥവാ വിധവകളുടെയും അനാഥക്കുട്ടികളുടെയും കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വീണ്ടും ആവർത്തിച്ചു, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം അല്ലാഹുവിനെ സൂക്ഷിക്കുക. അനസ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഫജഅല യുറദ്ദിദുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. വഹുവ യഖൂലു അസ്സലാഹ് വഹുവ യുഗർഗിറു ഹത്താ ഫാളത് നഫ്സു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നമസ്കാരം എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അസ്സലാഹ് അസ്സലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മരണം തൊണ്ടക്കുഴിയിലെത്തുകയും ഒടുവിൽ ജീവൻ വെടിയുകയും ചെയ്യുന്നത് വരെ. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. വിഷയം വളരെ വ്യക്തമാണ്. ഇതിൽ വിധവയുടെയും അനാഥക്കുട്ടിയുടെയും ദുർബലരായ 2 വിഭാഗങ്ങളുടെ കാര്യവും ഭൃത്യജനങ്ങളോടുള്ള പെരുമാറ്റം ഇതൊക്കെ പറയുന്നു. അവസാന വാക്കുകളാണ്. വല്ലാത്ത വസിയ്യത്താണ്. ആ വസിയ്യത്തിൽ അതിപ്രധാനമായി എടുത്തു പറഞ്ഞത് നമസ്കാരത്തെക്കുറിച്ചാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് നമസ്കാരം എന്ന് വളരെ കൃത്യമായി അറിയാം. കാരണം മതത്തിൽ
സർവപ്രധാനമായ നിർബന്ധ കർമ്മമാണ് നമസ്കാരം. നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവും ദീനിൽ വേറെയില്ല. ദീനിന്റെ നിലനിൽപ്പ് തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ഒന്നാമതായി ഉണ്ടാവേണ്ട സൽക്കർമ്മമാണ് നമസ്കാരം. മറ്റെല്ലാ കർമ്മങ്ങളും അതിന് ശേഷമാണ് നിർബന്ധമായി തീരുന്നത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു, ജനങ്ങൾക്ക് അവരുടെ ദീനിൽ നിന്ന് പ്രഥമമായി നിർബന്ധമാക്കിയ കർമ്മമാണ് നമസ്കാരം. അവസാനം വരെ ബാക്കിയാവുന്ന കർമ്മവും നമസ്കാരം തന്നെയാണ്. അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കാര്യവും നമസ്കാരമായിരിക്കും. അബൂ യഅ്ല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിന്റെ സാരമാണ് നാം ഇപ്പോൾ കേട്ടത്. പൂർവ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹങ്ങൾക്കുമെല്ലാം നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നു. നമസ്കാരം നിയമമാക്കപ്പെടാത്ത ഒരു സമൂഹവും കഴിഞ്ഞുപോയിട്ടില്ല. വിശുദ്ധ ഖുർആൻ അനേകം സ്ഥലങ്ങളിൽ ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണുക. എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. എൻ്റെ മക്കളിൽ നിന്ന് അത്തരമൊരു സമൂഹത്തെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. സൂറത്തു ഇബ്രാഹിമിലെ 40-ാമത്തെ വചനം. പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ഒന്നാമതായി കൽപ്പിച്ചത് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കാനായിരുന്നു. ഞാനിതാ നിന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ദിവ്യബോധനം ശ്രദ്ധിച്ചു കേൾക്കുക. നിശ്ചയം ഞാനാണ് അള്ളാഹു, ഞാനല്ലാതെ ഒരാരാധ്യനുമില്ല. അതിനാൽ എനിക്ക് ആരാധന ചെയ്യുകയും എന്നെ ഓർക്കുന്നതിന് വേണ്ടി നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും ചെയ്യുക. സൂറത്തു താഹ 13-14 വചനങ്ങൾ. സമൂഹത്തോട് കൽപ്പിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും അള്ളാഹു ആജ്ഞാപിച്ച കാര്യവും നമസ്കാരമാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി ഈജിപ്തിൽ വീടുകൾ സൗകര്യപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ വീടുകളെ ഖിബ്ലകളാക്കി നിശ്ചയിച്ചുകൊണ്ട് മുറപ്രകാരം നമസ്കാരം നിർവഹിക്കുക. സൂറത്ത് യൂനുസ് 87-ാമത്തെ വചനം. ഇങ്ങനെ പ്രവാചകന്മാരെല്ലാവരും നമസ്കാരത്തെക്കുറിച്ച് അവരവരുടെ അണികളെ ബോധ്യപ്പെടുത്തുകയും ഉണർത്തുകയും അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. നാം ഈ കോവിഡ് കാലം തുടങ്ങിയതിന് ശേഷം ലോക്ക്ഡൗൺ മുഖാന്തിരം പള്ളികൾ പൂട്ടപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ കൊറോണയുടെ പ്രാരംഭ ദശയിൽ ഇത്രമാത്രം അത് പടർന്നു പിടിക്കുന്നതിന് മുമ്പ് അതിനോടുള്ള ഭയവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോഹവും ആഗ്രഹവും നിമിത്തം വീടുകൾ പോലും പള്ളികളാക്കി നമസ്കരിച്ചവരായിരുന്നു നമ്മൾ. ഇപ്പോഴെന്താണ് നമ്മളുടെയൊക്കെ അവസ്ഥ? പള്ളികൾ തുറക്കപ്പെട്ടു. പള്ളികളിൽ പോകാൻ എല്ലാ പ്രോട്ടോക്കോളും അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ, ജുമഅക്ക് പങ്കെടുക്കാൻ, നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ മിക്ക സ്ഥലങ്ങളിലുമുണ്ട്. ഇല്ലാത്തത് വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രവാചകൻ മരണവേളയിൽ പോലും ആവർത്തിച്ച് നമസ്കാരത്തിൻ്റെ കാര്യം സൂക്ഷിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം യഥാവിധി അനുഷ്ഠിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയായി 1-2 കാര്യങ്ങൾ കൂടി ഉണർത്താനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.